അതെ, പൈസ വാങ്ങാൻ മാത്രം സാമർത്ഥ്യം കാണിച്ചാ പോരാ, അത് തിരിച്ചു തരാനും കാണിക്കണം സാമർത്ഥ്യം. എവിടെ പൈസ എടുക്ക്. എന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കണ്ട. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്? ഓ, അപ്പൊ ആൾക്കാർ കണ്ട നാണക്കെടാണെന്നുള്ളതൊക്കെ അറിയാലേ? ഇതുവരെ ഞാൻ മുടങ്ങാണ്ട് തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇത്തിരി കഷ്ടപ്പാടായതുകൊണ്ടാണ്. എന്തായാലും ഞാൻ അടുത്ത മാസം തരാം. അതൊന്നും പറ്റില്ല. 2 ദിവസം സമയം തരും. അതിനുള്ളിൽ മുതലും പലിശയും തന്നില്ലെങ്കിലുണ്ടല്ലോ എന്നെ സ്വഭാവം അറിയും. എനിക്ക് പലിശ കൊടുക്കൽ മാത്രമൊന്നല്ല, വേറെയും പരിപാടികളൊക്കെ ഉണ്ട്. അത് മറക്കണ്ട. പൈസ വാങ്ങുമ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. കറക്റ്റ് സമയത്തിന് തിരിച്ചടയ്ക്കാന്നല്ലേ പറഞ്ഞത്. എനിക്കെന്താ ഇത് വാങ്ങാൻ വരില്ലാണ് എനിക്ക് പണി? വേറെ പണിയൊന്നുമില്ല എനിക്ക്. 2 ദിവസം ഞാൻ സമയം തരും. അതിനുള്ളിൽ എന്റെ പലിശയും മുതലും കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. പൈസ എടുത്തേക്ക്. രണ്ട് ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും വരുമല്ലോ. എവിടെ നിന്ന് കൊടുക്കും പൈസ? മകളുടെ അടുത്തൊന്ന് ചോദിച്ചാലോ. മോളെ, നീ വീട്ടിലുണ്ടോ? ആ, ഉണ്ടല്ലോ. എവിടെയും പോണൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മാ, എങ്ങോട്ടും പോണൊന്നുമില്ല. ഇല്ലമ്മാ, അത് അടുത്ത ആഴ്ചയാണ്. ഇല്ല, ഞാൻ പോണൊന്നുമില്ല. ഇക്ക മാത്രം പോകാന്നാണ് പറഞ്ഞത്. ആ, എന്താമ്മാ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അത് പറയാൻ വിളിച്ചതാണ്. ഒന്നുമില്ല മോളെ, വെറുതെ വരുന്നേ. ആ, ശരി, വരി. ആ, ശരി. ആരാണ് ഫോണില്? ഉമ്മയാണ് വിളിച്ചതേ. നമ്മൾ എങ്ങനെയെങ്കിലും പോകണ്ടോന്ന് അറിയാൻ വിളിച്ചതാണ്. ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് അത്ര. എന്താണ് പ്രത്യേകിച്ച്? എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷമൊന്നുമില്ല, വെറുതെ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഉമ്മ, വരി, ഇരിക്കി. ഞാൻ ചായ എടുക്കാം. ചായ കുടിക്ക്. ഉമ്മ ഇരിക്കട്ടോളേ, ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കട്ടെ. കഴിച്ചിട്ട് പോയാൽ മതി. എന്താ, നിന്റെ അമ്മ പോയില്ലേ? ഇല്ല, 2 ദിവസം ഇവിടെ ഇരിക്കാൻ വന്നതാണെന്നാ പറഞ്ഞത്. എന്താ പെട്ടെന്ന്? നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. കഴിക്കാൻ എടുത്തു വെക്ക്. ആ, എടുക്കാം. ഹലോ, നിങ്ങളിങ്ങനെ വീടും പൂട്ടി പോയി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് എന്താ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാ? ഇനിയിപ്പോ അങ്ങോട്ട് വരണേ ഞങ്ങള് പൈസ പഠിക്കാൻ വേണ്ടിട്ട്? നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്തായാലും നിങ്ങളുടെ പൈസ തരാം. ഞാൻ പൈസന്റെ കാര്യം സംസാരിക്കാൻ തന്നെയാണ് ഞാൻ മകളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ പൈസ ഞാൻ വാങ്ങിച്ചു തരാം. നിങ്ങൾ എനിക്ക് സമയം തരണം. ഒരു 2 ദിവസം കൂടി നിങ്ങൾ എനിക്ക് സമയം തരണം. നിങ്ങൾ എന്തായാലും 2 ദിവസം കൂടി സമയം ചോദിച്ചതുകൊണ്ടേ ലാസ്റ്റ് ആയിട്ട് 2 ദിവസം കൂടി തരുന്നു. അത് കഴിഞ്ഞിട്ട് കളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വിവരം അറിയും. ഉമ്മ, എണീറ്റാ? ഇതമ്മ ചായ. ഉമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്താണെങ്കിലും പറയേ. സാധാരണ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾ വരാത്ത ആളാണല്ലോ. ഇപ്പൊ 2 ദിവസം വന്ന് ഇവിടെ ഇരിക്കണു. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയേ.
നിനക്കറിയാലോ, നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ 8 ലക്ഷം രൂപ ആ കുമാറിന്റെ അടുത്ത് നിന്ന് പലിശയ്ക്ക് എടുത്തത്. അതിപ്പോ മുതലും പലിശയും കൂടിയിട്ട് 11 ലക്ഷം രൂപയായിരിക്കും. അവൻ വീട്ടിൽ വന്നിട്ട് ഒരേ ശല്യം ചെയ്യലാണ്. പൈസ കൊടുത്തില്ലെങ്കിൽ എന്നെ നാട്ടുകാരുടെ ഇടയിൽ നാട്ടിക്കുന്നൊക്കെയാ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യോ, മരുമാൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ശരിയാക്കി തരാൻ പറയൂ. ഉമ്മക്ക് വേറെ ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാം. നമ്മുടെ വീട് വെക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ വീട് വിറ്റത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കാം. നീ ഒന്ന് മരുമാൻ്റെ അടുത്ത് സംസാരിക്കുവോ? മരുമാൻ്റെ അടുത്താ? നിങ്ങൾക്ക് മരുമാൻ്റെ സ്വഭാവം അറിയണ്ടാണ്. ഞാൻ എങ്ങനെ ചോദിക്കാം മരുമാൻ്റെ അടുത്ത്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ ചോദിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് തന്നാലോ. എന്നാ പിന്നെ ഞാൻ തന്നെ ചോദിച്ചു നോക്കാം. വേറെ വഴിയൊന്നും എൻ്റെ മുമ്പിൽ കാണാനില്ല. അവിടെ ഇരിക്കുന്നുണ്ട്, പോയി ചോദിക്കുന്ന. പിന്നെ മരുമാനെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ഇവളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ 8 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മുതലും പലിശയും എല്ലാം കൂടിയിട്ട് 11 ലക്ഷം ആയിരിക്കുകയാണ്. എന്നെ കൊണ്ടാകുന്നവരെയൊക്കെ ഞാൻ അടച്ചു. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരേ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നാട്ടുകാരുടെ ഇടയിലൊക്കെ എന്നെ നാട്ടിക്കും. അന്ന് വീട്ടിൽ വന്നിട്ടും ഒരേ പ്രശ്നം ഉണ്ടാക്കി. നാട്ടുകാരൊക്കെ കേൾക്കുകയും ചെയ്തു. എന്താ ഇന്നലെ രാത്രി ഫോൺ ചെയ്തിട്ട് ഒരേ മിരട്ടലാണ്. എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു പിടുത്തവുമില്ല. അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. അവിടെ എനിക്ക് ഇരിക്കാൻ സമാധാനം തരില്ല. എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല. അല്ലെങ്കിലും 11 ലക്ഷം രൂപ 2 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെ റെഡിയാക്കാനാണ്? എനിക്ക് വേറെ ചോദിക്കാൻ ആരുമില്ല നിങ്ങളല്ലാണ്ട്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. ആ വീട് വിൽക്കാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പൈസ തിരിച്ചു തരാം. റസിയ, നിന്റെ മാലയും വളയൊക്കെ അൽമാറയിലില്ലേ? ആ ഉണ്ട്. അതും കൂടെ എടുക്ക്. ആ ഇത് നിങ്ങളുടെ മകൾക്ക് കൊടുത്ത സ്വർണ്ണമാണ്. ഇത് വിൽക്കേ പണയം വയ്ക്കേ എന്താ വെച്ച് ചെയ്തിട്ടേ അവർക്ക് പൈസ കൊടുക്കി. നിങ്ങൾ വാങ്ങിയപ്പോൾ സ്വർണത്തിനുള്ള വിലനെക്കാട്ടി ഇപ്പൊ സ്വർണത്തിന് വില കൂടുതലാണ്. ഇത് അവർക്ക് കൊടുക്കി. നിങ്ങൾ നിങ്ങളുടെ വീട് വിറ്റിട്ട് എവിടെ പോകാനാണ്? എന്നിട്ട് വേണം ആ ശാപം കൂടി എന്റെ മേലെ വീഴാന്. നിങ്ങൾ തന്നെ അങ്ങനെയാണോ കരുതിയത്? ഇവളുടെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സ്വർണ്ണമാണോ സ്ത്രീധനമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ പലിശയ്ക്ക് എടുത്തിട്ട് സ്വർണം വാങ്ങാനൊക്കെ നിന്നത്? ഇത് വാങ്ങി, ഇത് നിങ്ങളിട്ട സ്വർണ്ണമാണ്. എന്താ വെച്ച് ചെയ്തോളി, എനിക്കൊന്നും വേണ്ട ഇത്. അല്ല മാനെ, അത് ഞാൻ അവൾക്ക് കല്യാണത്തിന് കൊടുത്തതല്ലേ. ഈ സ്വർണം ഇപ്പൊ അൽമാരയിൽ എടുത്തു വെച്ചതുകൊണ്ടേ ഇരട്ടിക്കാൻ പോകണമെന്നില്ല. ഇതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾക്കാണ്. ഇത് വാങ്ങിയമ്മ. ഞാൻ ഇന്ന് തന്നെ പോയിട്ട് എന്നാ പിന്നെ അവന്റെ പൈസ തിരിച്ചു കൊടുക്കട്ടെ. റസിയ, ശരി. ശരി. നിക്കി, ഞാൻ കൊണ്ടാക്കാം. റസിയ, ആ വണ്ടി ചാവിയും കൊണ്ടെടുക്ക്. ശരി മോളെ. ശരിമ്മ.